35 വർഷം ഇടതുപക്ഷം വിജയിച്ച് കയറിയ മണ്ഡലമാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം. 3.5 പതിറ്റാണ്ട് തങ്ങൾ സുരക്ഷിതമാക്കിയ മണ്ഡലത്തിൽ 2019 രാജ്മോഹൻ ഉണ്ണിത്താനിലൂടെ UDF വിജയക്കൊടി പാറിച്ചു. AKGയിൽ തുടങ്ങി P കരുണാകരൻ വരെ നീണ്ടുനിന്ന ഇടത് ജൈത്രയാത്ര ഉണ്ണിത്താൻ 40,000-ൽ പരം വോട്ടുകൾക്ക് അവസാനിപ്പിക്കുകയായിരുന്നു. UDFനായി രാജ്മോഹൻ ഉണ്ണിത്താൻ വീണ്ടും കാസർഗോഡ് മത്സരിക്കുമ്പോൾ ചരിത്രം ആവർത്തിക്കുമോ, അതോ ബാലകൃഷ്ണൻ മാസ്റ്ററിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കുമോ? BJP മണ്ഡലത്തിൽ ആദ്യമായി വിജയക്കൊടി പാറിക്കുമോ? ലോക്സഭയിൽ 3 ടേം പൂർത്തിയാക്കിയ P കരുണാകരന് പകരം 2019 കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ KP സതീഷ് ചന്ദ്രനാണ് CPM-നായി മത്സരിച്ചത്. അതേസമയം കോൺഗ്രസ് അതിഥിയായി രാജ്മോഹൻ ഉണ്ണിത്താനെ കാസർകോട്ടേക്ക് അയച്ചു. പ്രചാരണ രംഗത്ത് തുടക്കത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായെങ്കിലും ഉണ്ണിത്താൻ അണികൾക്കിടയിൽ പ്രിയങ്കരനായ ഉണ്ണിച്ചയായി മാറിയപ്പോൾ കാസർഗോഡിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം മാറി. അതിഥിയായി മണ്ഡലത്തിലെത്തിയ ഉണ്ണിത്താൻ അതിഥി താരമായി. ഇടതുകോട്ടയായിരുന്ന കാസർഗോഡ് ലോക്സഭാ മണ്ഡലം UDF-ലേക്ക് ചായുകയും ചെയ്തു. ഇക്കുറി MP ബാലകൃഷ്ണൻ മാസ്റ്ററിലൂടെ കാസർഗോഡ് തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളിലാണ് CPM. അതേസമയം മണ്ഡലം നിലനിർത്തുക എന്ന ലക്ഷ്യവുമായി കോൺഗ്രസിനായി രാജ്മോഹൻ ഉണ്ണിത്താൻ വീണ്ടും മത്സരിക്കുന്നു. BJP ആവട്ടെ ML അശ്വിനിയാണ് ഇത്തവണ പോർക്കളത്തിലേക്ക് അയച്ചിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരവും കാസർഗോഡും ഉദുമയും കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂരും കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ കല്യാശ്ശേരി നിയമസഭാ മണ്ഡലവും ഉൾപ്പെടുന്നതാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം. ഇവിടെ 7-ൽ 5 നിയമസഭാ മണ്ഡലങ്ങളും കയ്യിലുള്ളതിലാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. ഉണ്ണിത്താന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ 2019 കാസർഗോഡ് മത്സരിക്കാനെത്തുമ്പോൾ എന്നെ ചാനൽ ചർച്ചകളിലും സിനിമകളിലും കണ്ടുള്ള പരിചയം മാത്രമേ കാസർകോട്ടെ ജനങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. എന്നാൽ 5 വർഷം കൊണ്ട് അദ്ദേഹം തനി കാസർകോട്ടുകാരനായി മാറി. ലോക്സഭാ സമ്മേളനങ്ങളും MP എന്ന നിലയിലുള്ള മറ്റു യോഗങ്ങളും ഇല്ലാതിരുന്ന സമയങ്ങളിലൊക്കെ മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായി MP ഉണ്ടായിരുന്നു. കളിയാട്ടം, ഉറൂസ്, പള്ളിപ്പെരുന്നാൾ എന്നുവേണ്ട വീടുകളിൽ നടക്കുന്ന ചെറിയ പരിപാടികളിൽ പോലും തന്റെ സാന്നിധ്യം അദ്ദേഹം ഉറപ്പുവരുത്തി. എന്നാൽ ഇത്തവണ ഉണ്ണിത്താന്റെ എതിരാളി ചില്ലറക്കാരനല്ല. വാക്കുകൊണ്ട് സദസ്സിനെ കയ്യിലെടുക്കാൻ കഴിയുന്ന ഉണ്ണിത്താനെ അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ CPM ഇറക്കിയ തുറുപ്പുചീട്ടാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായ MP ബാലകൃഷ്ണൻ മാസ്റ്റർ. ഇതിനോടകം തന്നെ തന്റെ വാക്ചാതുര്യം കൊണ്ട് കളം പിടിക്കുന്ന ബാലകൃഷ്ണൻ മാസ്റ്റർ ഇത്തവണ ഉണ്ണിത്താന് വലിയ വെല്ലുവിളി സൃഷ്ടിക്കും. CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ ബാലകൃഷ്ണൻ 1984-ൽ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായി. 1996 മുതൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി. ചെറുവത്തൂർ കോവൽ AUP സ്കൂൾ പ്രധാന അധ്യാപകനായിരിക്കെ ജോലി രാജിവെച്ച് പൂർണ്ണസമയ പ്രവർത്തകനായി. ഖാദി ബോർഡ് വൈസ് ചെയർമാൻ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. NRG വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. MP ബാലകൃഷ്ണൻ KSYയിലൂടെയാണ് രാഷ്ട്രീയ രംഗത്തെത്തിയത്. CPM കയ്യൂർ ചീമേനി ലോക്കൽ സെക്രട്ടറി ആയിരിക്കെയാണ് കോൺഗ്രസ് ഗുണ്ടകൾ ചീമേനിയിൽ 5 പാർട്ടി പ്രവർത്തകരെ കൂട്ടക്കൊല ചെയ്തത്. അതിക്രമത്തിനെതിരെ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകി. കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം, ജില്ലാ സെക്രട്ടറി, അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 12 വർഷം കയ്യൂർ ചീമേനി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. മികച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള അവാർഡ് നേടി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ സംസ്ഥാന ചേംബറിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഈ 72-കാരൻ. കഴിഞ്ഞ തവണ BJP വോട്ടുകൾ UDF-ലെത്തിയതാണ് ഉണ്ണിത്താനെ സഹായിച്ചത് എന്ന ആരോപണം ഇടതു പ്രവർത്തകരിൽ സജീവമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇത്തവണ BJP വോട്ടുകൾ UDF-ലേക്ക് പോകാൻ സാധ്യതകൾ കുറവാണെന്നാണ് വിലയിരുത്തൽ. കാസർഗോഡ് ജില്ലയിലെ സജീവ BJP പ്രവർത്തകയാണ് അശ്വിനി. കടമ്പാർ വാർഡിൽ നിന്നുള്ള മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ് അശ്വിനി. 804 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് BJPയുടെ സിറ്റിംഗ് സീറ്റിൽ ജയിച്ച അശ്വിനി ബ്ലോക്കിലെത്തിയത്. മഹിളാ മോർച്ച ദേശീയ സമിതി അംഗം കൂടിയാണ്. തന്റെ പ്രവർത്തനം കൊണ്ട് ഗ്രൗണ്ട് ലെവലിൽ ഒരു ജനകീയ മുഖം അശ്വിനി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനാൽ ഇത്തവണ BJP വോട്ടുകൾ പുറത്തു പോകാതെ അശ്വിനിയുടെ ബാലറ്റിൽ തന്നെ എത്തുമെന്നാണ് വിലയിരുത്തൽ. സപ്തഭാഷാ സംഗമ ഭൂമിയിൽ തുളുവും കന്നഡയും കൊങ്ങിണിയും മറ്റു സ്ഥാനാർത്ഥികൾക്ക് ബുദ്ധിമുട്ടാകുമെങ്കിൽ 6 ഭാഷകളിൽ വെള്ളം പോലെ ജനങ്ങളോട് സംവദിക്കാൻ അശ്വിനിക്ക് കഴിയുമെന്നത് അശ്വിനിക്കുള്ള അഡ്വാൻറ്റേജ് ആണ്. ന്യൂസ് ഡെസ്ക്, റെയിൽ ഇന്ത്യ വിഷൻ.